ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ വണ്ടി ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ മൺസൂൺ ടൈമിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയിട്ടുള്ള ആതിരപ്പള്ളി വാട്ടർഫോൾ കാണാനാണ് കേട്ടോ ഞങ്ങൾ ഈ പോണത്. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് നിന്നാണ്. പാലക്കാട് ടു തൃശ്ശൂർ, ചാലക്കുടി, ആതിരപ്പള്ളി, അങ്ങനെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പറ്റും. കുതിരാനെല്ലാം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതൊരു വേറൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ ബൈക്കിൽ പോയതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 3 hours വരെ നമുക്ക് ടൈം എടുത്തു ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. നമ്മൾ തൃശ്ശൂർ ടൗണിൽ എത്തിയിട്ട് മാപ്പെല്ലാം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ആതിരപ്പള്ളിയിലേക്ക് പോയത്. ആതിരപ്പള്ളി റൂട്ടിൽ നമ്മൾ കയറുമ്പോൾ തന്നെ സ്ലോലി നമ്മുടെ സീനറി എല്ലാം മാറും. ഇവിടെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം പോകണമെങ്കിൽ. ആതിരപ്പള്ളി റൂട്ട് എക്സാക്റ്റ് ഒരു ഫോറസ്റ്റ് റോഡ് സ്ലൈഡും കൂടിയാണ് കേട്ടോ. നമ്മൾ ഈ 2 സൈഡിലുള്ള ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകുന്നത് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. നമ്മൾ ലഞ്ച് കഴിക്കാത്തത് കൊണ്ട് അടുത്തുള്ള ഒരു കടയിൽ നമ്മളൊരു ബിരിയാണി എല്ലാം കഴിച്ചിട്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് പിന്നെ അഗൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയത് ഒരു ഓഗസ്റ്റ് മന്തിലായതുകൊണ്ട് തന്നെ മൺസൂണിൻ്റെ ഒരു ടൈമും അപ്പോൾ തന്നെ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ അടിപൊളി വൈബ് തന്നെയായിരുന്നു. ചെറിയൊരു മിസ്റ്റും അത്ര വെയിലില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ആതിരപ്പള്ളി വാട്ടർഫോൾ കാണാനായിട്ട് പോകുന്നത്. എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസും കൂടിയായിരുന്നു ആതിരപ്പള്ളി വാട്ടർഫോൾ. മൺസൂൺ ടൈം ആയതുകൊണ്ട് ഞാൻ അതിന് പ്രിഫറൻസ് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോലെ ആതിരപ്പള്ളിക്ക് പ്ലാൻ ചെയ്തത്. ബൈക്ക് ട്രിപ്പ് ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് 2 സൈഡിലുള്ള ഫോറസ്റ്റും നേച്ചറെല്ലാം നമുക്ക് നല്ലപോലെ എൻജോയബിൾ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു കേട്ടോ. ഈ ആതിരപ്പള്ളി വാട്ടർഫോൾസ് ചാലക്കുടി റിവറിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഭാഗമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായിട്ടും അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ നയാഗ്ര എന്നല്ല അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറി ഒരാൾക്ക് 60 rupees ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാഗെല്ലാം വെച്ച് നമ്മൾ ക്ലോക്ക് റൂമിൽ അവിടെ ഫെസിലിറ്റി ഉണ്ട്. ബാഗെല്ലാം വെച്ച് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറിയാൽ പിന്നെ നടക്കാനുള്ള ചെറിയൊരു ജേണിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ഈ താഴോട്ട് എത്തുന്നത് കേട്ടോ. ഈ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ വാട്ടർഫോൾ കാണുമ്പോൾ തന്നെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. നമുക്ക് ടൈമിംഗ് എല്ലാം ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. മോർണിംഗ് 8 മുതൽ ഈവനിങ് 5 PM വരെയാണ് കേട്ടോ വിസിറ്റിംഗ് ടൈം. ഇനിയിപ്പോൾ റൈനി സീസൺ ഹെവി ആവുന്ന ടൈമിൽ ക്ലോസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആതിരപ്പള്ളിയുടെ ഒഫീഷ്യൽ പേജ് വിസിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് കാണുന്ന വ്യൂ പോയിന്റ് ഇതന്നെയായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് സമയം നിൽക്കാനും അതേപോലെ എൻജോയ് ചെയ്യാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ പറ്റും. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു വാട്ടർഫോൾ കാണാൻ തന്നെ അടിപൊളി വൈബ് തന്നെയായിരുന്നു. നമ്മളിത് ഏറ്റവും മേലെന്ന് കാണുന്ന ഒരു പോർഷനായിട്ട് ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോകാനായിട്ടുള്ള വേറൊരു വഴിയുണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് പോകുന്നുണ്ട്. 2 സൈഡിലും കുറേ കുരങ്ങുണ്ട്. പക്ഷെ നമ്മൾ അവർക്കൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. ഇതാണ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള മെയിൻ അട്രാക്ഷൻ. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഫ്ലോ നല്ലപോലെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വാട്ടർഫോളിൻ്റെ ബ്യൂട്ടി ആ ടൈമിലായതുകൊണ്ട് തന്നെ വേറെ ലെവലാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും അടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മൾ റെയിൻകോട്ട് ഇട്ടാലും നല്ലപോലെ നനയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ട് ഇത് നമ്മൾ ലൈഫിൽ ഒരിക്കലും എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വെർത്തായിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു എക്സ്പീരിയൻസ്. മൺസൂൺ ടൈമിൽ നമ്മൾ ആതിരപ്പള്ളി വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞൊരു നഷ്ടം തന്നെയാണ് കേട്ടോ. മൺസൂൺ ടൈമിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആതിരപ്പള്ളിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ആതിരപ്പള്ളിയിൽ നിന്ന് ഒരു 3 kilometers മാത്രം ദൂരമുള്ള ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെയും വേറൊരു വാട്ടർഫോൾ ഉണ്ട്. അതാണ് ചാപ്ര വാട്ടർഫോൾ. ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ആതിരപ്പള്ളി കൂടാതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു അടിപൊളി പ്ലേസും കൂടിയാണ് കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയാണ് വാട്ടർഫോൾ വരുന്നത്. ഇത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുള്ളൊരു പ്ലേസും കൂടിയാണ് കേട്ടോ. ഇതാണ് അവിടെ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം. ഇതും വേറെ ലെവൽ തന്നെയായിരുന്നു. നമുക്ക് ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇവിടുന്ന് ഒരു 2 kilometers കൂടെ പോയി നമുക്ക് വാഴച്ചാൽ കാണാനായിട്ട് പറ്റും. അതും ഒരു വാട്ടർഫോൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ ഇതോടെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൺസൂൺ ടൈമിലാണ് നിങ്ങൾ ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും കൂടാ റെയിൻകോട്ട്, എക്സ്ട്രാ ഡ്രസ്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുട്വെയർ എല്ലാം നമ്മൾ ഡെഫിനറ്റ്ലി ക്യാരി ചെയ്യുക. സംടൈംസ് വി ഡോണ്ട് നീഡ് എ ബിഗ് വെക്കേഷൻ. ഒരു നല്ല പ്ലേസ്, ഒരു നല്ല കമ്പനി, കുറച്ച് മഴ, അത്രയും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സീ യു നെക്സ്റ്റ്.